വേണ്ട, കഴിച്ചോളാം. എന്താ വക്കീലേ, മുഖ്യമന്ത്രിയെ കണ്ടോ? ഓ, എല്ലാം സംസാരിച്ചോ? വിശദമായിട്ട് സംസാരിച്ചു. ആ രാജശേഖരനാണ് എല്ലാം തരാക്കി തന്നത്. ഓഹോ, അവനിപ്പോ വലിയ അബ്കാരി കോൺട്രാക്ടറാണല്ലോ. വക്കീലേ, തനിക്ക് ഓർമ്മയുണ്ടോ അവന്റെ അച്ഛൻ? ഹൈ, എന്താ കൊശവന്റെ പേര്? ആ, കണ്ടൻ. അവനിവിടത്തെ തണ്ടാനായിരുന്നു. ഓഹോ, ഓർമ്മയുണ്ടോ എനിക്ക്? ഉണ്ടേ. അതുപോരാ, നോം ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടെന്ന് ആ രാജശേഖരൻ അറിയുകയും വേണം. പണത്തിന്റെ ഹുങ്ങുമുത്ത് തലയിൽ കയറുന്നല്ലോ, ഒരു ചെറിയ കൊട്ട്, അത് വേണ്ടപ്പം മാത്രം. ഇന്ന് എപ്പോഴെങ്കിലും എല്ലാവരും കൂടി ഇവിടെ എത്തും. വിവരം പരമരഹസ്യായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. നാം ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ അവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞല്ലോ. കൊള്ളാം, അവന് രാജഭക്തി തീരെ അങ്ങനെ പോയിട്ടില്ല എന്നർത്ഥം. അടിയനും അത് തന്നെയാ തോന്നുന്നത്. താൻ പോടോ കൊശവൻ വക്കീലെ, മുഖ്യൻ കള്ളനാ, അതുകൊണ്ടാ നോം വിളിക്കുമ്പോഴേ ഓടി വരുന്നത്. ആ, നമ്മുടെ കിരീടമല്ലേ പോയിട്ടുള്ളൂ, പ്രതാപം പോയിട്ടില്ലല്ലോ. നാമാണോ അവനാണോ മുന്തിയ കള്ളനെന്ന് ഇന്നറിയാം. എന്തൊക്കെയുണ്ട് വക്കീലെ? കേസുകളൊക്കെ മുറക്കി തോക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ഉണ്ടേ, ഇല്ലേ, ഇടയ്ക്കൊക്കെ ജയിക്കുന്നുണ്ട്. ആ, അത് എതിർകക്ഷിക്കാര്. വിശന്നിട്ട് വയ്യ, ഇരിക്കടാ. ഇരുന്നോളൂ. മഹീന്ദ്ര, നിന്റെ അമ്മാവനോടെ? ആവോ, എനിക്കറിയില്ല. ആരോപണി എവിടെ വക്കീലെ? വിളിക്കുക. പയറ്റ് കളരി കാണും. ഇപ്പൊ വിളിച്ചാ വരില്ല, അങ്കക്കലി കൊണ്ട് നിൽക്കാവും. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി പയറ്റ് തുടങ്ങാം. നീ വരൂ. എന്റെ അമ്മജി, നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ തല പോയി തന്നെ അങ്കക്കലി കൊണ്ടുപോയി. മിടുക്കൻ, നന്നായി പയറ്റുന്നുണ്ടല്ലോ. അത് പിന്നെ എന്റെ ശിഷ്യനല്ലേ. ചുമ്മാ ഇരടെ. എവിടെ പഠിച്ചത്? തുളുനാട്ടില്. ഇവിടെ വന്നിട്ട് 2 ദിവസമായുള്ളൂ. ആ, അത് പറ. അതല്ലേ എന്റെ പൊന്നനിയ, സ്നേഹം കൊണ്ട് പറയാ, അധിക ദിവസം ഇവിടെ നിൽക്കരുത്. ഇപ്പൊ അനിയ നന്നായി പയറ്റുന്നുണ്ടല്ലോ, അതൊക്കെ പോവും, നാശമാവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പോണതിന് മുമ്പ് 5-6 നല്ല ചോട് അമ്മാവനെ പഠിപ്പിച്ചിട്ടോ. ഒന്ന് പഠിക്കേ, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാ. ആ, ഞാൻ പോട്ടെ. ശരി. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ, ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. ഓടേ എന്റെ അമ്മ. ചേടത്തി. അയ്യോ, കൊച്ചമ്പ്രാനോ? തോമാചായനെന്തി? ഇതെന്നെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. നല്ല അസലും മീൻകറി, വായിന്ന് വെള്ളം വരുന്നു. അപ്പണ്ട ഏടത്തി? ഞങ്ങള് തന്നാ അവിടുന്ന് കഴിക്കോ? അതെന്നാ ചോദ്യം ഏടത്തി? നമ്മൾ തമ്മി എന്നാ വ്യത്യാസം? പുറത്ത് കഴിക്കുന്നവന്മാരറിയണ്ട, അറിഞ്ഞാൽ ഇത് മുഴുവൻ തീർത്തും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഏട്ടത്തി ചുളു വിളിച്ചിരിങ്ങതാ, ഞാൻ അടിച്ചോളാം. ചെല്ലേ.
അല്ല ചേട്ടത്തി, നമ്മുടെ ത്രേസ്യാക്കുട്ടി ഇപ്പൊ എവിടാ? അവിടെ ജബൽപൂർ നഴ്സിംഗിന് പഠിച്ചോണ്ടിരിക്കുക. ആ അപ്പോഴേ ചേട്ടനും ചേട്ടത്തിയും കൂടെ ഈ കാടും വെട്ടുവെട്ടി അങ്ങ് പോയാ മതിയോ? പട്ടയം ഒന്നും വേണ്ടായോ? തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. അത് പറയാനുണ്ട് ആ, തമ്പുരാന്. അതാ. ടുകുടുകുടു. മോ വന്നേ. അയ്യോ തമ്പുരാൻ. ആ. എന്താ ഇവന്റെ പേര്? തിട്ടോ. ആ ടിറ്റമോൻ. അങ്കിളൊരു ഉമ്മന്നേ. മാ. എന്റെ അമ്മാവാ, അവിടെ തേച്ചതുകൊണ്ട് കാര്യമില്ല. ആ ചെറുക്കൻ ദേ ഇവിടെ ഉമ്മ വെച്ചത്. ഈ കൈ കൊണ്ട് അവനെ എടുത്തു. യുവരക്തത്തിന്റെ പ്രതീകമായ നമ്മുടെ ആശയവും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ ഇളയരാജയ്ക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണ് വീണ് കേണ് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി 12 രൂപ തന്നതാരാ ഓർമ്മയുണ്ടോ? ഉണ്ട് ചെറിയമ്പ്രാൻ. ആ നമ്മുടെ ചിഹ്നം എന്താ? ചിഹ്നവും കുപ്പിയിലോട്ട് നോക്കണോ. സൂര്യൻ മനസ്സിലായോ? എന്താ? ഉദയസൂര്യൻ. ആ ക്ലാപ്പൻ. ഇതെന്തോന്നിനാ? പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന്. ഇതും അടിച്ചേച്ച് വേറെ വല്ലയിടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറുമി എടുക്കും. വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത്. വേറൊരു കണ. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ഇളയരാജയ്ക്ക് ഉദയസൂര്യൻ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അമ്മാവാ, ഇതത് വെച്ചോളൂ. ഇതും കൂടെ ഒരു 200 അടി അമ്മാവാ. ഉദയസൂര്യൻ മറക്കല്ല അമ്മാവാ. ഉമ്മ.